നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. ലോകത്തിൻ്റെ മുഴുവനും നാഥനായ ഈശോ, രാജാതിരാജനായ എൻ്റെ തമ്പുരാൻ ഒരു കുഞ്ഞ് അപ്പത്തിൽ തന്നെ തന്നെ നമുക്കായി നൽകുന്നു. ദൈവത്തിൻ്റെ നിലയ്ക്കാത്ത കരുണയായി ദിവ്യകാരുണ്യം നിലകൊള്ളുന്നു. ഇന്നീ അപ്പത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട്. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ അപ്പം ഭക്ഷിക്കുന്നവന് മരണമില്ല. പ്രിയപ്പെട്ട ഈശോയെ, ഈ ഭൂമിയിൽ ജീവിച്ച അവസരത്തിൽ നീ നിന്നെ ഞങ്ങൾക്കായി മുറിച്ചു വെക്കുന്നതിൻ്റെ കഥകൾ പറഞ്ഞു തന്നിരുന്നു. നീ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുന്നു. അവൻ ആടുകൾക്ക് വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. നല്ല ഇടയനായ ഈശോയെ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കൈപിടിച്ച് നടത്തുന്നവനെ, പ്രത്യാശകളും പ്രതീക്ഷകളുമൊക്കെ തീരുമ്പോഴും സ്വപ്നങ്ങൾ കാണാൻ
ഞങ്ങളെ പഠിപ്പിക്കുന്നവനെ, എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്തുനിന്ന് വീണ്ടും തുടങ്ങുവാൻ ഞങ്ങളെ ഉയർത്തിയെടുക്കുന്നവനെ, ഈ ആരാധനയിൽ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പാടി ഏറ്റുപാടി ലോകം മുഴുവനോടും വിളിച്ചു പറയട്ടെ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, നിനക്ക് ആരാധന. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, നിനക്കാരാധന. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, നിനക്കാരാധന. ഈ പ്രഭാതത്തിലും ഞങ്ങളെ എഴുന്നേൽപ്പിച്ചവനെ, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ജീവൻ തന്നവനെ, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയ എല്ലാവരെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഇന്ന് കൊണ്ടുവന്നെത്തിച്ച എല്ലാവരെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. സുവിശേഷം നൽകുവാൻ, നന്മ ചെയ്യുവാൻ ഞങ്ങൾക്ക് തന്ന എല്ലാ അവസരങ്ങളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഇന്നത്തെ ദിവസത്തെ ഓർത്തുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, നിനക്കാരാധന. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, നിനക്കാരാധന. ഈശോയെ, ഇന്നത്തെ എല്ലാ വിജയങ്ങൾക്കൊപ്പം ഇന്നത്തെ പരാജയങ്ങളും ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഞങ്ങൾ തളർന്നു പോയ അവസരങ്ങളുണ്ടായി, പ്രലോഭനങ്ങളിൽ പതിക്കപ്പെട്ട അവസരങ്ങളുണ്ടായി, ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്ത സമയങ്ങളുണ്ടായി. എങ്കിലും നീ ഞങ്ങളെ ഇവിടെ നിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഞങ്ങളുടെ കുറവുകളെ പരിഹരിച്ച് ഞങ്ങളെ നീ സ്നേഹിക്കുന്നു. നിന്നോട് ചേർത്ത് ഞങ്ങളെ നിർത്തുന്നു. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക് ഞാനൊന്ന് ഒട്ടിച്ചു വെച്ചുകൊള്ളട്ടെ. നിന്റെ മുറിവിലേക്ക് എൻ്റെ ഹൃദയത്തെ ഞാനൊന്ന് ചേർത്ത് വെച്ചോട്ടെ. ബഡ് ചെയ്ത ഒരു ചെടി വളരുന്നത് പോലെ നിന്റെ ഹൃദയത്തിൻ്റെ മുറിവിൽ നിന്ന് എൻ്റെ ജീവനെ ഞാനൊന്ന് വളർത്തിക്കോട്ടെ. എന്നെ സ്നേഹിക്കുന്നവനെ, എന്നെ പരിപാലിക്കുന്നവനെ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സമയവും എന്നെ പൊതിഞ്ഞു പിടിക്കുന്നവനെ, നിനക്ക്
ആരാധന. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒന്ന് ചേർന്ന് നമുക്ക് പാടാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ഈശോ നമ്മളോട് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമായിട്ടാണ്. അവൻ നല്ല ഇടയനാണ്. ആടുകൾക്കായി സ്വന്തം ജീവൻ സമർപ്പിക്കുന്നവൻ, പേര് ചൊല്ലി നമ്മെ വിളിക്കുന്നവൻ. പഴയ നിയമത്തിൽ പറഞ്ഞു, തൻ്റെ ഉള്ളം കയ്യിൽ ദൈവം നമ്മുടെ പേരുകൾ കുറിച്ചു വച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അവൻ നമ്മളോട് പറഞ്ഞു, നിന്റെ പേര് ചൊല്ലി ഞാൻ നിന്നെ വിളിക്കുന്നു, നീ എൻ്റെ കുഞ്ഞാടാണ്. ഇടയനായ ആ ഈശോയുടെ മുൻപിൽ നമ്മൾ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇടയനായ ഈശോയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അവനിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുകയാണ്. ഈ ആരാധനയിൽ രോഗമനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഇടയനായ ഈശോ തൻ്റെ ആടുകളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് മനോഹരമായ ഈ ഈരടി നമുക്ക് ഏറ്റുപാടാം. കർത്താവെൻ്റെ നല്ലോരിടയൻ, കുറവേതുമേ എനിക്കില്ലതിനാൽ. ഒരുമിച്ച് പാടാം. കർത്താവെൻ്റെ നല്ലോരിടയൻ, കുറവേതുമേ എനിക്കില്ലതിനാൽ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടുന്ന് എന്നെ മേയ്ക്കുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ ആനയിക്കുന്നു. കർത്താവെൻ്റെ നല്ലോരിടയൻ, കുറവേതുമേ എനിക്കില്ലതിനാൽ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരിക്കലും ഭയപ്പെടുകയില്ല, കാരണം കർത്താവെൻ്റെ ഇടയനാകുന്നു. കർത്താവെൻ്റെ നല്ലോരിടയൻ, കുറവേതുമേ എനിക്കില്ലതിനാൽ. അവിടുന്ന് എൻ്റെ ശിരസ് തൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, അവിടുത്തെ ഭവനത്തിൽ ഞാൻ ചിരകാലം വസിക്കും. കർത്താവെൻ്റെ നല്ലോരിടയൻ,
മുഴുവനും നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച ഈശോ തൻ്റെ അടുത്ത് വന്ന് തൻ്റെ വാക്കുകൾ കേട്ടവർ മണിക്കൂറുകളോളം ദിവസങ്ങളോളം നിന്നപ്പോൾ അവരോട് മനസ്സലിവ് തോന്നിയ ഇടയൻ, അവരോട് അനുകമ്പ തോന്നി അവർക്കായി ഭക്ഷണം നൽകാൻ പറയുന്ന ഇടയൻ, ആ ഇടയനാണ് എൻ്റെ ഈശോ. 100 ആടുകളുള്ളപ്പോൾ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടതിനെ തേടി അലയുന്ന ഇടയൻ, കാണാതെ പോയ ആ ഒന്നിനെ കണ്ടെത്തുമ്പോൾ വഴക്ക് പറയാതെ അതിനെ തോളിലേറ്റി തിരികെ ആലയിലേക്ക് മടങ്ങുന്ന ഇടയൻ, ആ ഇടയനാണ് ഈ അപ്പത്തിലുള്ള എൻ്റെ ഈശോ. ഹൃദയപൂർവം നമുക്ക് ഓർമ്മിക്കാം, യഹോവയാം ദൈവം എൻ്റെ ഇടയനാകുന്നു. ഒരുമിച്ച് പാടാം. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമേ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൽ മൃദുശയ്യകളിൽ അവനെന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവനെന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനന്തവും ഭയപ്പെടില്ല. ഉന്നതനെന്നോടു കൂടെയുണ്ടല്ലോ, തന്നിടും ആശ്വാസം തൻവടിമേ. ഉന്നതനെന്നോടു കൂടെയുണ്ടല്ലോ, തന്നിടും ആശ്വാസം തൻവടിമേ. യഹോവയാം ദൈവമേ ഇടയനത്രേ. പ്രിയപ്പെട്ടവരെ, ആ ഇടയനായ ഈശോയുടെ മുൻപിലിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് രോഗമനുഭവിക്കുന്ന നമ്മുടെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. എൻ്റെ മുൻപിലേക്ക് ഓടി വരുന്ന ഒരു രൂപമുണ്ട്. വളരെ ചെറിയ ഒരു കുഞ്ഞ്, കീമോതെറാപ്പിയിലൂടെ കടന്നുപോയി അല്പം പോലും ആരോഗ്യമില്ലാതെ വിഷമിക്കുന്ന ഒരു കുഞ്ഞ്. ഞാൻ ഈ കുഞ്ഞിൻ്റെ കഥ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഇതുപോലെയുള്ള ചിത്രങ്ങളുണ്ട്. ക്യാൻസർ ബാധിച്ച് സ്വന്തം ശരീരത്തിൻ്റെ അവസ്ഥകളോട് മല്ലിടുന്ന എല്ലാ മക്കളെയും നമുക്കിപ്പോൾ ഓർമ്മിക്കാം. അവരുടെ വേദനകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് അസാധ്യമായി ഒന്നും ഇല്ല. ഗത്സമനിയിൽ അവൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമ്മുടെ രോഗികളായ എല്ലാ സഹോദരങ്ങളെയും ഈശോയുടെ മുൻപിലേക്ക് വെക്കാം. ക്യാൻസർ ബാധിച്ചിട്ടുള്ള, സന്ധിവാതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, എല്ലിന് തേയ്മാനം വന്ന് അനങ്ങാൻ വയ്യാതെ വീട്ടിലിരിക്കുന്ന, ഒന്ന് ദേവാലയത്തിൽ പോകാൻ കഴിയാതെ ക്ലേശിക്കുന്ന ഒരുപാട് മക്കളുണ്ട്.
അവരെ ഓരോരുത്തരെയും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. അവരുടെ വേദനകളെയും പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ തിരുമുൻപിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാം. ഈശോയുടെ ശക്തമായ കരം അവരുടെ മേലേക്ക് കടന്നു വരട്ടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന ഈശോയുടെ കരുണയുടെ കരം അവരുടെ മേലേക്ക് വരട്ടെ. ഓർക്കുക, കൈനീട്ടി അവൻ അന്ധനെ സുഖപ്പെടുത്തി, കൈനീട്ടി അവൻ ഊമനെ സുഖപ്പെടുത്തി. ജീവിതത്തിൽ തകർച്ചകൾ ബാധിച്ചിരുന്ന ഒരുപാട് പേര് അവൻ കടന്നു പോയപ്പോൾ അവൻ്റെ നിഴലേറ്റ് സുഖപ്പെട്ടു. വിശ്വാസത്തോടെ നീ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ അവൻ അതുവഴി കടന്നു പോകും. അവൻ്റെ നിഴല് നിന്റെ ഭവനത്തിൻ്റെ മേൽ പതിക്കും. നീയും നിന്റെ കുടുംബവും സൗഖ്യം പ്രാപിക്കും. നമ്മുടെ രോഗങ്ങളിലേക്ക്, നമ്മുടെ കഷ്ടപ്പാടുകളിലേക്ക്, നമ്മുടെ സങ്കടങ്ങളിലേക്ക്, നമ്മുടെ കണ്ണുനീരിലേക്ക് നമുക്ക് ഈശോയെ വിളിക്കാം. വേറെ ആരോട് പറയുന്നതിനേക്കാൾ ആശ്വാസം, വേറെ ആരുടെ അടുത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ സുരക്ഷിതത്വം, വേറെ ആര് തരുന്നതിനേക്കാൾ പരിഹാരം അവൻ നമുക്ക് തരും. ദിവ്യകാരുണ്യ ഈശോയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, നമ്മുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുന്നത്. ഹൃദയപൂർവം അവനെ വിളിക്കാം. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപവും രോഗവുമൊക്കെ അവൻ നീക്കി തന്നിടും. ഹൃദയപൂർവം ഈ ഗാനം ഭക്തിയോടെ വിശ്വാസത്തോടെ അവൻ്റെ മുൻപിൽ ഏറ്റുപാടിക്കൊണ്ട് അവൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാറിടാത്ത യേശുനാഥൻ. മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും കാല